ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഗ്രാൻഡ് മുഫ്തി എന്നത് സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ കാന്തപുരം ഉസ്താദ് പരിഗണിക്കപ്പെടുന്നതിൽ വലിയൊരു കാരണമാണ്. ഉസ്താദിൻ്റെ ആഗോള ബന്ധങ്ങൾ ഇപ്പോൾ പല മുസ്ലിം രാജ്യങ്ങളുമായിട്ടും, ഇപ്പോൾ ഈജിപ്തിലെ ഇപ്പോഴത്തെ മുസ്ലിം മതകാര്യമന്ത്രി ഷെയ്ഖ് ഉസാമ, അദ്ദേഹം കാന്തപുരം ഉസ്താദിൻ്റെ ഒരു ശിഷ്യനാണ് എന്ന് പറയാം. അദ്ദേഹം ഹദീസിൻ്റെ ഇജാസത്തുകൾ, സനദുകൾ വാങ്ങാൻ വേണ്ടി കേരളത്തിലേക്ക് യാത്ര ചെയ്യുകയും കാന്തപുരം ഉസ്താദിൽ നിന്നും ഖലീൽ തങ്ങളിൽ നിന്നുമൊക്കെ ഹദീസുകൾ പാരായണം ചെയ്ത് ശിഷ്യത്വം സ്വീകരിച്ച് തിരിച്ചുപോയ ആളാണ്. അതുപോലെ ഇപ്പോഴത്തെ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ദാത്തോ, അദ്ദേഹം തൻ്റെ ആത്മീയ ഗുരുവായി കാണുന്ന ഒരാൾ കാന്തപുരം ഉസ്താദാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ മലേഷ്യയുടെ പരമോന്നത പുരസ്കാരമായ ഹിജ്റ അവാർഡ് കാന്തപുരം ഉസ്താദിന് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ആദരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള വിശാലമായ ഒരു ആഗോള ബന്ധം ഉസ്താദിനുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ ഫോർമൽ ഡിപ്ലോമാറ്റിക് സിസ്റ്റം ചില ഘട്ടങ്ങളിൽ പ്രതിസന്ധികൾ നേരിടുന്ന അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിക്കാൻ കഴിയുന്നു, നമ്മുടെ രാഷ്ട്രത്തെ സഹായിക്കാൻ കഴിയുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.